ഞങ്ങളിപ്പോൾ ഉള്ളത് ചൂരൽമലയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലാണ്. എല്ലാ ദിവസവും കുർബാനകൾക്ക് വേണ്ടി ഈ ദേവാലയത്തിന്റെ പ്രധാന കവാടം പുലർച്ചെ തന്നെ തുറക്കപ്പെടാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഈ ദേവാലയത്തിൽ കാണാൻ കഴിയുന്നത്. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരുന്ന ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിന് മുമ്പിൽ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന വിവിധ സേനാ വിഭാഗങ്ങളുടെ ഉദ്യോഗസ്ഥരാണ്. ദേവാലയത്തിനകത്തും സ്ഥിതി അങ്ങനെ തന്നെ. പള്ളിയുടെ പരിസരം മുഴുവൻ സൈനിക വാഹനങ്ങളെ കൊണ്ടും പോലീസ് വാഹനങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ദേവാലയം മുഴുവനായി രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കുന്നതിനും മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി വിട്ടു നൽകിയിരിക്കുകയാണ് രൂപത. സ്വാഭാവികമായി ഇങ്ങനെയൊരു മഹാദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള അതിജീവനത്തിന്റെ പാതയിൽ എല്ലാവരും ഒന്നിച്ചൊന്നായി ഈ നാടിനു വേണ്ടി പൊരുതുമ്പോൾ ഈ ദേവാലയവും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ദേവാലയത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി വിട്ടു നൽകിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. സ്വാഭാവികമായി ദേവാലയത്തിന്റെ അകത്തും ഇതേ രീതിയിൽ തന്നെ പുറത്ത് എങ്ങനെയാണോ ഇവർക്ക് ഇരിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, സമാനമായ തരത്തിൽ തന്നെയാണ് അകത്തെ കാഴ്ചകളും. എല്ലാ ദിവസവും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുർബാനകൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരുന്ന ഈ കവാടം കടന്ന് ഇപ്പോൾ അകത്തേക്ക് എത്തിയാൽ ഇതാണ് കാഴ്ച. സാധാരണക്കാരായ ആളുകൾ, അവർ സൈനികർ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിൽ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടതിനു ശേഷം വിശ്രമിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഈ ദേവാലയത്തിന് ഉള്ളിലേക്ക്. കുർബാനകൾ മുറതെറ്റാതെ നടക്കുമ്പോഴും കൈകൂപ്പുന്നത് മാത്രമല്ല പ്രാർത്ഥന, കൈത്താങ്ങാകുന്നതും ആ പ്രാർത്ഥനയുടെ തന്നെ ഉദാഹരണമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവർ. സ്വാഭാവികമായി ഇത്തരമൊരു വലിയ ദുരന്തം 7-8 ദിവസം പിന്നിടുന്ന രക്ഷാദൌത്യം, അതിൽ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന സൈനിക വിഭാഗങ്ങൾ, അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ, പോലീസിലെ തണ്ടർ ബോൾട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെ ഈ നാടിനെ എങ്ങനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോഴും കാണാമറയത്തുള്ള 180 പേരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ദൗത്യം ചൂരൽമലയിലും മുണ്ടക്കയിലുമായി പുരോഗമിക്കുമ്പോൾ അതിനിടയിൽ ചെറിയ ഇടവേളകൾ എടുത്തുകൊണ്ട് അല്പസമയം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ആ ദൗത്യഭൂമിയിലേക്ക് ചെന്നെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ് ഇവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വേദനപ്പെടുത്തുന്ന കാര്യം, ഇവിടുത്തെ പ്രധാന അൾത്താരയ്ക്ക് മുമ്പിൽ ഈ ദേവാലയത്തിൽ നിന്ന് ഈ ഇടവകക്കാരായി ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 9 പേരുടെ ചിത്രങ്ങൾ അത് കൃത്യമായി അവിടെ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അൾത്താരയ്ക്ക് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇനിയും 2 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നാണ് ഇടവകയുടെ വികാരിയടക്കം വ്യക്തമാക്കുന്നത്. അവർ ഇപ്പോഴും ആ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ചൂരൽമലയിൽ കാണാതായ 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെ നിന്നാണ്? കേരള പോലീസിൽ നിന്നാണോ? കേരള പോലീസിന്റെ SOG എന്നാണ്. നിങ്ങൾ എത്ര ദിവസമായി ഇത് അപകടം ഉണ്ടായ ദിവസം മുതൽ ഇവിടെ? രാവിലെ മുതലുണ്ട്. ഇവിടെയുണ്ട്. ഈ ദേവാലയത്തിൽ തന്നെയായിരുന്നു? അല്ല, കൽപ്പറ്റയിൽ AR ക്യാമ്പിലായിരുന്നു താമസം. രാവിലെ വരും, വൈകിട്ട് പോകും. അപ്പം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്നു? ഇപ്പൊ ഈ സമയത്ത് റെസ്റ്റ് എടുത്തതാണ്. എത്ര മണിക്കൂർ ഇടപെട്ടാണ് നിങ്ങളിങ്ങനെ റെസ്റ്റ് എടുക്കുന്നത്? അങ്ങനെയില്ല, കൃത്യമായ ഇടവേളൊന്നുമില്ല. അത് റെസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ കുറച്ച് പേര് വരും, കുറച്ച് പേര് പോകും. ഇപ്പോൾ എങ്ങനെയാണ് കൂടെയുള്ളവരൊക്കെ ചൂരൽമലയിലാണോ അതോ? ഒരു 2 ടീം അവിടെ ഇപ്പൊ ഡ്യൂട്ടിയിലുള്ളത്. 3 ടീം. ഇന്ന് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇന്നലെ ഒരു ടീം കോമ്പിംഗ്, 3 ടീം ഇപ്പൊ കോമ്പിങ്ങിലുണ്ട്. ഓരോ സംഘത്തിൽ എത്ര പേരാണുള്ളത്? 45 പേരാണ് ഇപ്പോൾ ഉള്ളത്. അത് 3 ടീമായിട്ട് പോയിട്ടാണുള്ളത്. ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ദുരന്ത ഭൂമിയിൽ ഈ ദൗത്യത്തിൽ ഏർപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ആരും കണ്ടിട്ടില്ല ഈ ദുരന്തം. നമ്മൾ മാത്രമല്ല, ആരും കണ്ടിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടല്ലേ. അങ്ങനെ ഒരു സമാനതകളില്ലാത്ത ആ ദുരന്ത ഭൂമിയിൽ നിന്ന്, പ്രകൃതി സംഹാരതാണ്ഡവമാടിയ, ഉരുൾ സംഹാരതാണ്ഡവമാടിയ ഒരു ഭൂമിയിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം ആ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് വിവിധ സേനാ വിഭാഗങ്ങൾ. ഉറങ്ങിക്കിടക്കുന്നവരെ നമ്മൾ വിശ്രമിക്കാൻ തന്നെ വിടുകയാണ്. അവരുടെ ഒന്നും പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നുമില്ല. സ്വാഭാവികമായി ഇങ്ങനെയൊരു ദുരന്തം, അത് ഇതിനു മുമ്പ് നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരു ദുരന്തം, ആ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇങ്ങനെ നിസ്സഹായതയുടെ, വേദനയുടെ, അതിജീവനത്തിന്റെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ വ്യത്യസ്തമായ മാതൃക കാട്ടുന്നവരും സ്വാഭാവികമായി നമുക്ക് മുമ്പിൽ പ്രതീക്ഷയുടെ തിരുനാളമാകുകയാണ്. അങ്ങനെ ഒരു തിരുനാളമായി മാറിയ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയമാണ് ഈ നാടിൽ ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്
ബേസ് ക്യാമ്പായി തന്നെ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയായി മാറുന്നത്. ക്യാമറമാൻ പ്രജിത് കാങ്കോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.